നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഇമേജിന് മുകളിൽ നമുക്കൊരു ടെക്സ്റ്റ് എങ്ങനെ കൊടുക്കാമെന്നാണ്. അതിന് നമുക്ക് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് അതിൻ്റെ ബോട്ടം ലെഫ്റ്റിലുള്ള ഈ ഒരു കോർണറിലുള്ള പോയിൻ്റാണ്. സോ നമ്മൾ ലേൺ OpenCV എന്നാണ് എഴുതുന്നതെങ്കിൽ ഈ ഒരു ഭാഗത്തെ പോയിൻ്റാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. XY കോർഡിനേറ്റ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് പുട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. സോ ഈ ഒരു കാര്യം നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ നമ്മുടെ കോഡിൽ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് cv.putText എന്ന് പറയുന്ന മെത്തേഡാണ്. cv.putText. ഇതിനുള്ളിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ഇമേജാണ്. സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ നമ്മുടെ ഇമേജിന് ശേഷം നമ്മൾ കൊടുക്കേണ്ടത് ടെക്സ്റ്റാണ്. ഏത് ടെക്സ്റ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. സോ നമ്മളിവിടെ ലേൺ OpenCV എന്നാണ്. ലേൺ OpenCV Python എന്ന് കൊടുക്കാം. Python. അതിനുശേഷം കോമ കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ്. ഏത് പോയിന്റിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ തൽക്കാലം 100 എന്ന് കൊടുക്കുന്നു. കോമ കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് ഫോണ്ട് ഫേസ് ആണ്. ഫോണ്ട് ഫേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് തരത്തിലുള്ള ഫോണ്ടാണ്. നമ്മളിവിടെ cv.font എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോണ്ട് എല്ലാം കാണാൻ സാധിക്കും. നമ്മൾ തൽക്കാലം ആദ്യത്തെ കൊടുക്കുന്നു. അതിനുശേഷം കൊടുക്കേണ്ടത് ഫോണ്ട് സ്കെയിലാണ്. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫോണ്ടിൻ്റെ സൈസ് ആണ്. സോ നമ്മൾ തൽക്കാലം 1 കൊടുക്കുന്നു. അതിനുശേഷം കോമ കൊടുത്തു കഴിഞ്ഞാൽ കളറാണ്. സോ കളർ നമ്മൾ റെഡ് കൊടുക്കുന്നു. 00255. അതുപോലെ അവസാനമായി നമ്മൾ കൊടുക്കേണ്ടത് തിക്നെസ് ആണ്. തിക്നെസ് നമ്മൾ 3 കൊടുക്കുന്നു. ശേഷം നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് മുകളിൽ ഇതുപോലെ നമുക്ക് ലേൺ OpenCV Python എന്ന് കാണാൻ സാധിക്കും. സോ നമ്മളിത് 100-100ലായിരുന്നു കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഉദാഹരണമായി നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരേണ്ടതെങ്കിൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ 100-420 കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 100-400 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ കൊടുക്കുന്നു 100-420 അല്ലെങ്കിൽ 400 കൊടുക്കാം. 400 സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് താഴെ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ആഡ് ചെയ്ത് നോക്കാം. സോ നമ്മൾ തൽക്കാലം ഇത് താഴോട്ട് ഇതുപോലെ കോപ്പി ചെയ്യുന്നു. നമ്മളിവിടെ STech Media എന്ന് കൊടുക്കാം. STech Media. ഇത് നമ്മൾ കൊടുക്കുന്നത് 200-200ലാണ്. 200-200. അതുപോലെ ഇതിൻ്റെ ഫോണ്ട് നമുക്ക് മറ്റൊരു ഫോണ്ട് കൊടുത്ത് നോക്കാം. സോ നമ്മളിവിടെ cv.font. സോ നമ്മൾ ഈ ഒരു ഫോണ്ട് കൊടുക്കുന്നു. അതിനുശേഷം ഇതിൻ്റെ കളർ നമുക്ക് ഒരു ബ്ലൂ കളർ കൊടുക്കാം. 255-00. ഇത്രയും കൊടുത്ത ശേഷം സേവ് ചെയ്യാം. നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മുകളിൽ ഈ ഭാഗത്തായിട്ട് നമുക്കിവിടെ STech Media എന്ന് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഫോണ്ട് സൈസ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വേറൊരു രീതിയിലാണ്. ഇതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ നമുക്ക് വേറെ രീതിയിലാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഉദാഹരണമായി ഇതിൻ്റെ ഫോണ്ട് സ്കെയിൽ നമുക്ക് ഒന്ന് കൂട്ടി നോക്കാം. സോ നമ്മളിവിടെ വന്നതിന് ശേഷം ഫോണ്ട് സ്കെയിൽ 1 ആണ് ഉണ്ടായിരുന്നത്. നമ്മളത് 3 ആക്കുന്നു. സേവ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത ആ സൈസിലുള്ള ഇപ്പോൾ നോക്കിയാൽ കാണാം ഒരു വലിയ സൈസിലുള്ള ഒരു ടെക്സ്റ്റ് നമുക്കിതുപോലെ ലഭിച്ചു. സോ നമുക്കത് 2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിന് ഉള്ളിലായാൽ തന്നെ അത് ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. സോ നമുക്ക് 2 കൊടുത്ത് നോക്കാം. 2 കൊടുക്കാം. സേവ് ചെയ്യാം. റൺ ചെയ്യാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമ്മുടെ ഇമേജിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു രീതിയിൽ നമുക്കൊരു ഇമേജിന് മുകളിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.